السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم التسليم على سيدنا محمد صلى الله عليه وعلى آله وصحبه أجمعين. أما بعد. സമാദരണീയരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളെയും സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും, പ്രത്യേകിച്ച് നമ്മുടെ മഖബറയിൽ വിശ്രമിക്കുന്ന എല്ലാ വിശ്വാസികൾക്കും റബ്ബിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇസ്സത്തോടെ റബ്ബിന്റെ ത്വാഅത്തിലായി ജീവിക്കാനും വഫാത്തിന്റെ സമയം പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി ഖൈറായ മരണം വരിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വിവിധ ഉദ്ദേശ പൂർത്തീകരണത്തിനായി ധാരാളം ആളുകൾ ദുആക്ക് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ ഉദ്ദേശങ്ങൾക്ക് അല്ലാഹു പൂർത്തീകരണം നൽകട്ടെ. ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമ്മയും നമ്മുടെ അഹ്ലുകാരെയും നമ്മുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികൾക്കെല്ലാം ആനന്ദം പകരുന്ന, ആത്മഹർഷത്തിന്റെ ഉൾപ്പുളകം സമ്മാനിക്കുന്ന പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമായിരിക്കുകയാണ്. ഇനി ലോകമെമ്പാടും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാഴ്ത്തുകയും പ്രകീർത്തനങ്ങളെ കൊണ്ട്, മഹാത്മ്യങ്ങളെ കൊണ്ട് അന്തരീക്ഷമാകെ അലങ്കരിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയതയുടെ ആനന്ദം പകരുന്ന നിമിഷങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമ്മിലേക്ക് ഇനി വരാനിരിക്കുന്നത്. ഈ മാസത്തിൽ നമുക്ക് ലഭ്യമാകുന്ന വേളകളിലെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട്, അവിടുത്തെ പ്രകീർത്തനങ്ങളെ കൊണ്ട്, സ്വലവാത്ത് സലാമുകളെ കൊണ്ട് ധാരാളം ഇബാദത്തുകൾ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം എന്നോണം ഒരു ഇടവേള പോലും ഇല്ലാതെ ഓർക്കൽ അനിവാര്യമാണ്. ഓർക്കുക എന്നതിനപ്പുറം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ഇരുട്ടിൽ വെളിച്ചം നൽകുന്ന ഒരു ദീപശിഖ പോലെ, ഒരു പ്രകാശരശ്മി പോലെ നമ്മുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ പൂർണ്ണമായി ഒരു മാർഗദർശനം സ്വീകരിച്ചുകൊണ്ട് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിശ്വാസികളാകണം. കാരണം നമ്മുടെ ഈമാന് ബന്ധപ്പെട്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവിന്റെ മഹബത്തിന്റെ അടിത്തറയിലാണ്. ഈമാൻ എന്ന് പറയുന്നത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട വിശ്വാസമാണെങ്കിലും ആ വാക്കിന്റെ അർത്ഥമായി നമ്മുടെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊക്കെ വിവരങ്ങളാണോ നമുക്ക് നൽകിയിട്ടുള്ളത് എങ്കിൽ ആ വിവരങ്ങളെ പൂർണ്ണമായി സംശയാതീതമായി വിശ്വസിക്കുക എന്നതാണ് ഈമാനിന്റെ ഉള്ളടക്കം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം, അള്ളാഹുവിന്റെ കലാമുകളെ കുറിച്ച്, റബ്ബിന്റെ ഗ്രന്ഥങ്ങളെ, കിതാബുകളെ കുറിച്ചുള്ള വിശ്വാസം, റബ്ബിന്റെ മലക്കുകളെ കുറിച്ച്, മറ്റു പ്രവാചകന്മാരെ കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച് എല്ലാ വിശ്വാസങ്ങളും നമുക്ക് അത് വിശ്വാസമായി നമ്മുടെ ഉള്ളിൽ പതിയുന്നത് ഇത് പഠിപ്പിച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു എന്ന നിലക്കാണ്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിന്റെ താക്കോലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ആദരം. അതുകൊണ്ടാണ് ലോക ചരിത്രത്തിൽ നമ്മൾ നോക്കിയാൽ വിശ്വാസികളുടെ ആത്മാവിനെ ദുർബലപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെയും ശ്രമിക്കാറുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോശമായി ചിത്രീകരിക്കാനാണ്. നബി തങ്ങളെ കുറിച്ച് വിശ്വാസികളുടെ മനസ്സിൽ മോശപ്പെട്ട ചിത്രങ്ങൾ രൂപപ്പെടണം, എങ്കിലേ ആളുകൾക്ക് ഇസ്ലാമിനോടുള്ള താല്പര്യം കുറയൂ എന്നാണ് ലോകത്ത് എല്ലാ കാലഘട്ടങ്ങളിലും ശത്രുക്കൾ ശ്രമിച്ചിട്ടുള്ളത്. ഇന്നത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് മുൻകാലങ്ങളിൽ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വാഭാവികമായി ആദരവുകളും ബഹുമാനങ്ങളും സ്നേഹപ്രകടനങ്ങളും ഒക്കെ ഉണ്ടാകുമായിരുന്നു എങ്കിൽ ഇന്നൊരു പക്ഷെ അങ്ങനെ സ്വാഭാവികമായി ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കുറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ആഖിറു സമാനിന്റെ കാലമെത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളോട് ഭക്ത്യാദരപൂർവ്വം അതിനെ ഏറ്റെടുക്കുന്ന വിശ്വാസികൾക്ക്
100 ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് നമ്മളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വായിക്കാനും പഠിക്കാനും ഉൾക്കൊള്ളുവാനും ബോധ്യങ്ങളെ തീർച്ചപ്പെടുത്താനുമുള്ള അവസരമായിട്ട് ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തണം. അവിടുത്തെ തിരുദൂതരെ കുറിച്ചുള്ള നമ്മുടെ അറിവുകൾ അത് അവിടുത്തെ ബാഹ്യമായ വർണ്ണനകളെ കൊണ്ടല്ല. ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു ചരിത്ര പുരുഷൻ കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച മനുഷ്യവംശത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്, നാഗരികതകളെ കുറിച്ച്, സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കപ്പെടാവുന്ന ഏറ്റവും നല്ല ഒരു റഫറൻസ് ആണ്, അവലംബമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവചരിത്രം. അതുകൊണ്ട് ലോകത്തെ എല്ലാ മേഖലകളിലും എല്ലാ രാജ്യങ്ങളിലും അവിടുത്തെ ജീവിതത്തെ കുറിച്ചുള്ള ചർച്ചകളുണ്ട്. അവിടുത്തെ വചനങ്ങൾ എങ്ങനെയാണ് ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടത്, അത് കൈമാറ്റം ചെയ്യപ്പെട്ടത് എന്ന് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അമുസ്ലിങ്ങൾ പഠിച്ചു വരുന്നുണ്ട്. പക്ഷേ എന്താ വ്യത്യാസം? അവർ നബി തങ്ങളുടെ ബാഹ്യമായ വിശേഷണങ്ങളെ കുറിച്ചാണ് അവരുടെ പഠനങ്ങൾ. അള്ളാഹുവിന്റെ തിരുദൂതർ എങ്ങനെയായിരുന്നു രാഷ്ട്ര നിയന്ത്രണം നടത്തിയത്, അവിടുന്ന് എങ്ങനെയാണ് സാമൂഹികമായ വ്യവഹാരങ്ങൾ നടത്തിയത്, അവിടുന്ന് എങ്ങനെയാണ് തന്റെ കൂടെയുള്ള ശത്രുക്കളോട് യുദ്ധപരമായ സമീപനങ്ങൾ, നയതന്ത്ര സമീപനങ്ങൾ എങ്ങനെയായിരുന്നു, ഇങ്ങനെ തുടങ്ങിയ പഠനങ്ങളൊക്കെയുണ്ട്. പക്ഷെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത്തരം പഠനങ്ങൾക്ക് മുമ്പ്, അള്ളാഹുവിന്റെ തിരുദൂതരുടെ ബാഹ്യമായ വിശേഷണങ്ങളെ തിരിച്ചറിയുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അള്ളാഹുവിന്റെ തിരുദൂതരുടെ നുബൂവത്തിന്റെയും റിസാലത്തിന്റെയും മഹാത്മ്യത്തെ കുറിച്ചാണ്. എന്താ പ്രശ്നം? മറ്റുള്ളതൊക്കെ മുസ്ലിമിനും അമുസ്ലിമിനും മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. അള്ളാഹുവിന്റെ തിരുദൂതർ സ്ത്രീ വിമോചകനായിരുന്നു, നല്ല നയതന്ത്രജ്ഞനായിരുന്നു, ഇത് എല്ലാവർക്കും അറിയാം. അമുസ്ലിമിനും മുസ്ലിമിനും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന വാർത്തകളാണ്. പക്ഷേ ആ മഹത്വത്തെ അറിയുന്ന ഒരാൾക്ക് അത് വിശ്വാസമായി ഉള്ളിൽ ഉത്ഭൂതമായി കൊള്ളണമെന്നില്ല. അബൂ സുഫിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശത്രുവായിരിക്കെയാണ് ഹിറക്കലിനെ കാണാൻ വേണ്ടി പോകുന്നത്, ഹിർക്കൽ രാജാവിനെ. ആ രാജാവ് മക്കയിൽ വന്ന പ്രവാചകനെ കുറിച്ച് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും അദ്ദേഹം കള്ളം പറയുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം ഏകദൈവത്തിലേക്കാണോ വിശ്വസിക്കുന്നത്? അതെ. ഇങ്ങനെ തുടങ്ങിയ ഓരോ ചോദ്യങ്ങൾക്കും മറുപടികൾ പറഞ്ഞപ്പോ അവസാനം ഹിർക്കൽ പറഞ്ഞൊരു വാക്കുണ്ട്, എങ്കിലാ പ്രവാചകൻ, ഞാൻ ഈ നിൽക്കുന്ന അധികാരത്തിന്റെ എല്ലാ ഉടമസ്ഥതയെയും ഞാൻ അവകാശപ്പെടുത്തി ഇവിടെ നിൽക്കുമ്പോ എന്റെ കാലിനടിയിലെ മണ്ണുപോലും ആ പ്രവാചകൻ അധികാരപ്പെടുത്തുന്ന ഒരു കാലം വരും എന്ന് ഹിറക്കൽ അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഹിറക്കലിന് ബോധ്യമാവുകയാണ് ഇത് പ്രവാചകരാണ്. ഹിറക്കലിന് ബോധ്യമാവുകയാണ് ഇനി ലോകത്തെ നിയന്ത്രിക്കുന്നത് ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പക്ഷെ ഹിറക്കലിനെ വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല, ഈമാൻ ഉണ്ടായില്ല. അറിവുള്ളവർക്കൊക്കെ ഈമാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ കൊതിച്ച സ്വഹാബികൾ ഉണ്ടായിട്ടില്ലേ? അവിടുത്തെ മുഖത്തേക്ക് ഇമ വെട്ടാതെ നോക്കിയിരുന്ന സ്വഹാബികൾ ഉണ്ടായിട്ടില്ലേ? എന്നാൽ അതേ കാലത്ത് തന്നെയല്ലേ അബൂജഹലും ഉണ്ടായത്? അബൂജഹലിന്റെ കണ്ണുകളെ കൊണ്ട് നോക്കിയപ്പോൾ കാണാൻ കഴിയാത്തത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണാൻ പറ്റി. അബൂജഹലിന്റെ കണ്ണുകളെ കൊണ്ട് നോക്കിയപ്പോൾ കാണാൻ കഴിയാത്തത് നേരിട്ട് കാണാത്ത ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ അകക്കണ്ണുകൊണ്ട് കാണാൻ പറ്റി. അപ്പൊ ബാഹ്യമായ പ്രത്യേകതകളല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടയാളപ്പെടുത്തിയത്. നബി തങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മികതയുടെ, നമ്മുടെ ദൃഷ്ടികൾക്കപ്പുറത്തുള്ള മഹത്വങ്ങളിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി. എങ്ങനെയാ പരിചയപ്പെടുത്തിയത്? അവിടുത്തെ ശാരീരിക വർണ്ണനകളായിരുന്നില്ല. അവിടുന്ന് എത്രമാത്രമാണ് ജനങ്ങളോട് ഇടപെട്ടത് എന്നതിനെ കുറിച്ചുള്ള ബാഹ്യമായ വർണ്ണനകളല്ല. നബി തങ്ങളെ കുറിച്ച് ഖുർആൻ പറഞ്ഞ വർണ്ണനകളൊക്കെ നോക്കിയാൽ ആ വർണ്ണനകളിലൊക്കെ നമ്മുടെ ദൃഷ്ടികൾക്കപ്പുറത്തുള്ള അദൃശ്യ ലോകത്തിന്റെ മഹാത്മ്യങ്ങളെയാണ് നമുക്ക് കാണാൻ പറ്റുക. ഭൗതികമായ മഹാത്മ്യങ്ങളെയല്ല, അദൃശ്യ ലോകത്തിന്റെ മഹാത്മ്യങ്ങളെ. നബി തങ്ങൾ ഒരിക്കൽ പള്ളിയിലൂടെ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് സ്വഹാബികൾ അവിടെ ഇരുന്നിട്ട് മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ ഹദീസ്. മുൻകഴിഞ്ഞു പോയ മഹത്തുക്കളുടെ, നബിമാരുടെ ചരിത്രങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇബ്രാഹിം നബി ഖലീലുല്ലാഹിയാണ്, മൂസ അലൈഹിസ്സലാം കലീമുല്ലാഹിയാണ്, ഈസ അലൈഹിസ്സലാം കലിമത്തുല്ലാഹിയാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം പരിചയപ്പെടുത്തി കൊടുത്തു, ഞാൻ ആരാണ്? അന സയ്യിദു വൽദി ആദം, ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മഹാത്മ്യത്തെ സ്വയം പറയുകയാണ്. എന്തിനാണത് പറയുന്നത്? സയ്യിദു വൽദി ആദം,
ആദം സന്തതികളുടെ മനുഷ്യവംശത്തിന്റെ നേതാവാണ് ഞാൻ എന്ന പ്രസ്താവനയെ നുബൂവത്തിന്റെ നാവ് കൊണ്ടല്ലാതെ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി മനസ്സിലാക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാനാണ് നിങ്ങളുടെ ശുപാർശകൻ, നിങ്ങളുടെ ശുപാർശകളെ സ്വീകരിക്കുന്നവൻ, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ വട്ടക്കണ്ണിയെ തുറന്നു നൽകുന്നവൻ. നബി തങ്ങൾ അവിടുത്തെ മഹാത്മ്യങ്ങളെ പറയാൻ. എന്തിനത് പറയുന്നത്? നുബൂവത്തിന്റെ വാക്കുകൊണ്ട് പറയാതെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. ആ ദർപ്പണത്തിലൂടെ നോക്കി മനസ്സിലാക്കുമ്പോഴേ അവിടുത്തെ മഹാത്മ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അവിടുത്തെ മഹാത്മ്യങ്ങളെ ഓരോന്ന് പറയുമ്പോഴും നമ്മുടെ ദൃഷ്ടികൾക്കപ്പുറത്തുള്ള വിശേഷണങ്ങളെ കൊണ്ട് വാഴ്ത്തിയത്. അല്ലേ? ഖുർആൻ പറയാൻ, അള്ളാഹുവിന്റെ തിരുദൂതരെ അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് ചോദിക്കാൻ, അള്ളാഹുവിന്റെ തിരുദൂതരെ റബ്ബ് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കീർത്തിയെ നാം ഉയർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാപ്തി എത്രയുണ്ട് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു അഅലം, അല്ലാഹുവല്ലേ അറിയൂ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇദാ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇദാ ദുക്കിർത്, എന്നെ എവിടെയൊക്കെ സ്മരിക്കപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ദുക്കിർത മഅഹു, എന്റെ പേരുകൾ നാമങ്ങൾ സ്മരിക്കപ്പെടുന്ന ഇടങ്ങളിലൊക്കെ അങ്ങുണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, വറഫഅനാ ലക ദിക്റക എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തി, അങ്ങയുടെ പ്രസിദ്ധിയെ കീർത്തിയെ നാം ഉയർത്തിയിട്ടുണ്ട് എന്ന വാക്കിന്റെ അർത്ഥവ്യാപ്തിയെ ഉൾക്കൊള്ളാൻ നമ്മുടെ ഈ കുഞ്ഞു തലച്ചോറിനകത്ത് ബുദ്ധി കൊണ്ട് കഴിയില്ല. എന്താ കാര്യം? അള്ളാഹുവിന്റെ ലോകത്ത് എവിടെയൊക്കെയാണ് അള്ളാഹുവിനെ കുറിച്ച് സ്മരിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയോ? മലക്കുകളുടെ ലോകത്തെക്കുറിച്ച്, ജിന്നുകളുടെ ലോകത്തെക്കുറിച്ച് ആദം നബി അലൈഹിസ്സലാം ആദ്യമായി തനിക്ക് ജീവൻ അള്ളാഹു തആല നൽകുന്ന ഘട്ടത്തിൽ അവിടെ നോക്കിയപ്പോൾ അർശിന്റെ തൂണുകളിൽ എഴുതപ്പെട്ട പേര് കണ്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹിന്റെ പേര് അവിടെ എഴുതപ്പെട്ടത് കണ്ടപ്പോ ഭൂമിയിലേക്ക് എത്തിയിട്ടില്ല, മനുഷ്യരുടെ പിറവി തുടങ്ങുന്നേ ഉള്ളൂ. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അള്ളാഹുവിന്റെ പേരിന്റെ കൂടെ എഴുതപ്പെട്ടത് കണ്ടത്. ആ പേര് വെച്ചുകൊണ്ടാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. റബ്ബേ, ഈ മുഹമ്മദ് നബിയെ തവസ്സുലാക്കിയിട്ട് ഞാൻ ചോദിക്കുകയാണ്, എന്റെ തെറ്റുകൾക്ക് മാപ്പ് നൽകണേ. അപ്പൊ റബ്ബ് ചോദിക്കുന്നുണ്ട്, സൃഷ്ടിക്കാത്ത, നിങ്ങളല്ലേ ആദ്യ സൃഷ്ടി, ഞാൻ ഇതുവരെ സൃഷ്ടിക്കാത്ത മുഹമ്മദ് നബിയെ നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത്? അപ്പൊ ആദം നബി അലൈഹി സ്വലാം പറഞ്ഞ മറുപടി, നിന്റെ പേരിന്റെ കൂടെ ഒരു നാമം നീ ചേർത്ത് വെക്കണമെങ്കിൽ അത് നിന്റെ ഉത്കൃഷ്ട സൃഷ്ടിയായിരിക്കണം എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അതാണ് അകക്കണ്ണുകൊണ്ട് തിരിച്ചറിയുന്ന ജ്ഞാനം. ഈ മഅരിഫത്ത്, നബിതങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഇങ്ങനെ കൂടുമ്പോഴാണ് അവിടുത്തോടുള്ള ആദരവിന്റെ അളവ് കൂടുള്ളൂ. ഇൽമു കൂടണം. നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ആദരവുണ്ടാകുന്നത് അവർ മാതാവാകുന്നു എന്ന ആ വാക്കിന്റെ അർത്ഥത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് കൊണ്ടാണ്. അവരൊരു സ്ത്രീയാണ്, ഇന്ന ആളുടെ മകളാണ്, ഇന്ന നാട്ടുകാരിയാണ്, ഇങ്ങനെയുള്ള വിവരങ്ങളൊന്നും നമുക്ക് അവരോട് ആദരവ് കൊടുക്കുവാൻ പര്യാപ്തമായ ഒന്നല്ല. അവരെന്റെ ഉമ്മയാണ് എന്ന വാക്കാണ് അവരോട് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ആദരവിന്റെ കാരണം. അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഞാൻ അറിയുന്ന വിവരങ്ങളൊക്കെ അവിടുന്ന് മനോഹര സ്വഭാവമുള്ളവരായിരുന്നു, അതുല്യ വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ടൊന്നും ഈമാനിന്റെ പൂർണ്ണതയുണ്ടാകില്ല. ഈമാനിന്റെ പൂർണ്ണത വരുന്ന എവിടുന്നാണ്? അവിടുന്ന് എനിക്ക് റഹ്മത്താണ്, അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലാണ്, അവിടുന്ന് അള്ളാഹുവിന്റെ നുബുവത്തിനെ സ്വീകരിച്ചവരാണ്, വഹയിന്റെ പാത്രമാണ്. ഇതറിയാൻ ശ്രമിക്കുമ്പോഴാണ് അവിടുത്തോടുള്ള ആദരവ് ഇങ്ങനെ കൂടി 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 വരുന്നത്. വിശുദ്ധ ഖുർആൻ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങളൊക്കെ, അങ്ങേക്ക് ഞാൻ മഖാമും മഹ്മൂദ് നൽകിയിട്ടുണ്ട്. ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അറിയാൻ ശ്രമിച്ച് നമ്മൾ വിശുദ്ധ ഖുർആൻ തുറന്നു നോക്കിയാൽ അതിൽ പറഞ്ഞ പദാവലികൾ നമ്മുടെ കണ്ണുകളെ കൊണ്ടോ ആലോചനകളെ കൊണ്ടോ പൂർത്തിയാക്കാൻ പറ്റില്ല. മഖാമും മഹ്മൂദ് നമ്മൾ കണ്ടോ? അള്ളാഹുവിനെ റബ്ബ് പ്രത്യേകമായി കൊടുക്കുന്ന, സ്തുതിക്കപ്പെടുന്ന ഒരു സ്ഥലം, ഒരു പദവി, അതാണ് മഖാമും മഹ്മൂദ്. എന്താണ് ആ പദവി? നമ്മൾ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, എവിടെയാണെന്ന് അറിയില്ല. അതറിയാത്ത നമുക്ക് എങ്ങനെയാണ് ആ മഹത്വത്തിന്റെ വ്യാപ്തി അറിയാൻ? ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറയുന്നുണ്ട്, മഖാമും മഹ്മൂദ് അങ്ങേക്ക് അല്ലാഹു തആല പ്രത്യേകമായി നിയമിക്കുന്നുണ്ട് എന്ന ആ അർത്ഥത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നത് കാണാം. അതിനർത്ഥം അള്ളാഹുവിന്റെ സന്നിധിയിൽ
തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഇരിപ്പിടം നൽകപ്പെടുക എന്നതാണ്. അതുകൊണ്ട് നമുക്ക് അർത്ഥം പൂർണ്ണമായോ? അപ്പോഴും നമ്മുടെ മുമ്പിൽ ആ മഹാത്മ്യമുണ്ട് എന്നതല്ലാതെ എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ട് കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ ബുദ്ധികൾ കൊണ്ടത് പൂർത്തീകരിക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞ എല്ലാ വാക്കുകളും ഇങ്ങനത്തെ റഹ്മത്തുൽ ലിൽ ആലമീൻ, അള്ളാഹുവിന്റെ തിരുദൂതർ എല്ലാ ലോകങ്ങൾക്കും റഹ്മത്താണ്. ആ വാക്കിന്റെ അർത്ഥം എന്താണ്? എല്ലാ ലോകങ്ങൾക്കും കരുണയാണ് എന്ന വാക്കിന്റെ ഉള്ളടക്കം നമുക്കറിയണമെങ്കിൽ നമ്മൾ ഏത് ലോകമാണ് കണ്ടത്? ഏത് ലോക കണ്ടത്? ആ ലോകത്തിനൊക്കെ റഹ്മത്താണെന്ന് പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്, ഖൈറു ഖൽഖില്ലാഹിയാണ് എന്ന് നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ബൂസൂരി തങ്ങൾ പാടിയിട്ടുണ്ട്. എല്ലാ സൃഷ്ടികളെക്കാളും അത്യുത്തമരാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്കിന്റെ വ്യാപ്തി അറിയണമെങ്കിൽ ഞാൻ എല്ലാ സൃഷ്ടികളെയും കാണാതെ എങ്ങനെയാണ് അതിനേക്കാൾ മികച്ചതാണ് ഇത് എന്ന് പറയാൻ പറ്റുക? ഇവിടെ ഇരിക്കുന്ന, നിങ്ങൾ ഇരിക്കുന്ന ഈ കാർപ്പറ്റിനേക്കാൾ മനോഹരമാണ് ഇവിടെയുള്ള കാർപ്പറ്റ് എന്ന് എനിക്ക് പറയണമെങ്കിൽ ഞാൻ അതും കാണണം ഇതും കാണണം, എങ്കിലേ ആ വാക്കിന് അർത്ഥം മനസ്സിലാവൂ. എല്ലാ സൃഷ്ടികളെക്കാളും അത്യുത്തമരാണ് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വാക്കിനെ എനിക്ക് മനസ്സിലാകണമെങ്കിൽ ഞാൻ ഈ ലോകത്ത് ഏത് സൃഷ്ടിയാണ് കണ്ടത്? നമ്മൾ ലൗഹ് കണ്ടോ, കലമ് കണ്ടോ, അർശ് കണ്ടോ, കുർസി കണ്ടോ, സിദ്റത്തുൽ മുൻതഹ കണ്ടോ? നമ്മൾ എന്താ കണ്ടത് ഈ കുഞ്ഞ് കണ്ടുകൊണ്ട്? ഈ ലോകത്ത് വളരെ ദുർബലമായ കാര്യങ്ങളെ മാത്രം കണ്ട നമുക്ക് എങ്ങനെയാണ് അതിന്റെ വ്യാപ്തി? ആ വ്യാപ്തി ഉൾക്കൊള്ളാൻ അറിയാതിരിക്കുമ്പോൾ ഞാൻ കാണാൻ ശ്രമിച്ചാലും എനിക്ക് കണ്ടുപൂർത്തിയാക്കാനാവാത്ത, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും എനിക്ക് എന്റെ ബുദ്ധി കൊണ്ട് പൂർത്തിയാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു മഹാപ്രഭാവമാണ് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ തിരിച്ചറിയുന്ന നേരത്ത് നമ്മൾ പറയുന്ന വാക്കാണ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, എന്റെ റസൂലിന് നീ സ്വലാത്ത് ചൊരിയണേ. അവിടുത്തെ മഹത്വത്തെ അറിഞ്ഞുകൊണ്ട് ഒരു സ്വലാത്ത് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, റബ്ബേ നീ കൊടുക്കണേ എന്ന് പറയുന്ന മഹബത്തിന്റെ വാക്കുകൾ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അങ്ങനെ അവിടുത്തെ മഹാത്മ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു മഹബത്തിലേക്ക് നടന്നെടുക്കാൻ ഈ ദിവസങ്ങൾ നമുക്ക് കാരണമാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുകയാണ്.